ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വിജിലൻസ് അന്വേഷണം നേരിടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ മുന്നിൽ ഉള്ളത് തദ്ദേശ വകുപ്പ്. 41 ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നേരിടുന്നത്. റവന്യൂ സഹകരണ വകുപ്പുകളിൽ 26 വീതം ഉദ്യോഗസ്ഥരും അന്വേഷണം നേരിടുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ 15 ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പിലെ 9 ഉദ്യോഗസ്ഥരും അന്വേഷണം നേരിടുന്നുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ എങ്ങനെയാണ് കണക്കുകൾ വരുന്നത്? തദ്ദേശ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നത്. സ്മൃതി, LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഴിമതികൾ ഗണ്യമായി കുറഞ്ഞു എന്നതാണ് സർക്കാരിന്റെ അവകാശവാദം. ഈ ഘട്ടത്തിൽ കൂടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ നേരിടുന്ന അഴിമതികളുടെ എണ്ണം അല്ലെങ്കിൽ നേരിടുന്ന വിജിലൻസ് കേസുകളുടെ എണ്ണം പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി തന്നെ രേഖാമൂലം നിയമസഭയിൽ അറിയിച്ച ഒരു കണക്കാണ്. സർക്കാരിന്റെ തന്നെ 10 വകുപ്പുകൾ എടുത്താൽ അതിൽ തദ്ദേശ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നത്. 41 തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ട് എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. തൊട്ട് പിന്നിൽ റവന്യൂ വകുപ്പും സഹകരണ വകുപ്പുമാണ്. 26 വീതം വിജിലൻസ് അന്വേഷണങ്ങളാണ് റവന്യൂ വകുപ്പിലും സഹകരണ വകുപ്പിലും ഉള്ളത്. പൊതുമരാമത്ത് വകുപ്പിലെ 15 ഉദ്യോഗസ്ഥർക്കെതിരെയും ആരോഗ്യ വകുപ്പിലെ 9 ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസ് അന്വേഷണം ഉണ്ട് എന്നതാണ് കണക്കുകൾ അറിയിക്കുന്നത്. ഒപ്പം വനം വകുപ്പിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നത് 6 ഉദ്യോഗസ്ഥരാണ്. മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ 9 ഉദ്യോഗസ്ഥരാണ് അന്വേഷണ പരിധിയിൽ ഉള്ളത്. ഒപ്പം കണ്ണൂർ, കോഴിക്കോട് ജില്ലയിലെ 3 ഉദ്യോഗസ്ഥർക്കെതിരെയും അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസുകൾ ഉണ്ട് എന്നതാണ് പ്രധാനമായും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം ഈ തദ്ദേശ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന, ജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു വകുപ്പാണ് തദ്ദേശ വകുപ്പ്. അവിടെ തന്നെയാണ് ഈ വിജിലൻസ് കേസുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.